Hello guys, welcome back to Learning Science with RK. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്താണെന്ന് ഓർമ്മയുണ്ടോ? സോ ഇറ്റ് വാസ് അബൌട്ട് ദി പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സിന്റെ ഡിഫറൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു. അതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുത്തിരുന്നു. ദാറ്റ് വാസ് പ്രൈമറിലി ബേസ്ഡ് ഓൺ ദി 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മൾ നിർത്തിയിരിക്കുന്നത് മൊണീറ എന്ന് പറയുന്ന ഫസ്റ്റ് കിങ്ഡത്തിലാണ്. ആ ഫസ്റ്റ് കിങ്ഡം ആക്ച്വലി ഇറ്റ് ഇൻക്ലൂഡ് മോസ്റ്റ്ലി ബാക്ടീരിയ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. ആൻഡ് ഇറ്റ് മെയിൻലി കണ്ടെയ്ൻസ് 2 സബ് ക്ലാസ്സസ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ സബ് ഡിവിഷൻസ് ഉണ്ട്. ആർക്കിബാക്ടീരിയ, which are the earliest forms of bacteria, and the eubacteria, which is called as a true bacteria. Okay, and today we are going to see the second kingdom, which we call it as a Protista. Okay, so we are going to just so we are going to the second kingdom, which is kingdom Protista. Okay, എന്താണ് ഈ കിങ്ഡം പ്രോട്ടിസ്റ്റ? അത് നമ്മൾ പറയാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ബാക്കി വരുന്ന മേജർ ആയിട്ടുള്ള സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള എല്ലാത്തിൻ്റെ ഒരു കോമൺ ഫീച്ചേഴ്സ് എന്ന് പറയാം. ആദ്യം നമുക്ക് പറയാനുള്ളത് ദേ ആർ ആക്ച്വലി മോസ്റ്റ് ഓഫ് ദം ആർ സിംഗിൾ സെൽ യൂകാരിയോട്സ് ആണ്. എല്ലാവരും തന്നെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള യൂകാരിയോട്സ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചു യൂകാരിയോട്സ് എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ഇടാൻ കാരണം. സോ ബിക്കോസ് ദേ ഹാവ് എ ഡിഫൈൻഡ് ന്യൂക്ലിയസ്, ഓക്കെ, ആൻഡ് ഓർഗനൽസ് ആൻഡ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഉണ്ടാവും. ഇതാണ് സിംഗിൾ സെൽഡ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ഐ മീൻ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഓഫ് ദം ആർ സിംഗിൾ മെമ്പേഴ്സ് എല്ലാവരും തന്നെ സിംഗിൾ സെൽ യൂകാരിയോട്സ് ആണ്. പിന്നെ അതുപോലെ തന്നെ most of them have, some of them don't have flagella, but some of them have flagella or cilia. ഇതെന്താണ്? ആക്ച്വലി ലോക്കോമോട്ടറി ഓർഗൻസോ എന്നായിട്ട് പറയാം. ലോക്കോമോട്ടറി ഓർഗൻസ്, ഓക്കെ, അതായത് മൂവ്മെന്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് ലോക്കോമോട്ടറി ഓർഗൻസ് ഉണ്ടാവും മിക്ക മെമ്പേഴ്സിനും. there are exceptions too, but കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ളതാണ്. ആൻഡ് റിപ്രൊഡക്ഷൻ, സം ഓഫ് ദം ആർ, നേരത്തെ ഇതെല്ലാം പഠിച്ചാണ്. ഈ either a sexual means ലാവാം. Some members have sexual reproduction. So these are the common features of the kingdom Protista. അപ്പോൾ ഇതിന് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ പ്രോട്ടിസ്റ്റ ഡിവിഷൻസ് എന്തൊക്കെയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ പ്രോട്ടിസ്റ്റ ആർ ക്ലാസിഫൈഡ് മെയിൻലി, ഞാൻ എഴുതി വയ്ക്കാം, ഇത് കുറച്ചുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ വൺ ഈസ് കോൾഡ് എസ് എ ക്രൈസോഫൈറ്റ. ഇത് ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. ക്രൈസോഫൈറ്റ. Next is dinoflagellates. Third is the euglenoids. Fourth is slime molds. And fifth, they are one of the important classes actually, protozoans. So ഇത്രയും ക്ലാസ്സസ് ആണ്, ഇത്രയും സബ് ഡിവിഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. പ്രോട്ടിസ്റ്റ ഇവിടെയുണ്ട്. സോറി, പ്രോട്ടിസ്റ്റ. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? പ്രോട്ടിസ്റ്റ ദേ ആർ ഡിവൈഡഡ് ഇൻറ്റു 5 സബ് ഡിവിഷൻസ് നെയിംഡ് ക്രൈസോഫൈറ്റ, ഡയനോഫ്ലജലൈറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മോൾഡ്സ് ആൻഡ് പ്രോട്ടോസോവൻസ്. ഇതിൽ തന്നെ കുറച്ചൊക്കെ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ മേ ബി അവിടെ ഇവിടെയൊക്കെ ഇത് പഠിച്ചിട്ടുണ്ടാവും. സോ ഫസ്റ്റ് ഡിവിഷൻ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത്ര ഡീറ്റെയിൽ ഇല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ കുറച്ച് നോക്കാൻ പോകുന്നതിനെ കുറിച്ച്. ഫസ്റ്റ് വൺ ഈസ് ക്രൈസോഫൈറ്റ്സ്. എന്താണ് ഈ ക്രൈസോഫൈറ്റ അല്ലെങ്കിൽ ക്രൈസോഫൈറ്റ്സ് മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ഫസ്റ്റ് മോസ്റ്റ്ലി ദേ ആർ കോൾഡ് ഡയാറ്റംസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓർഗാനിസം, ആൻഡ് ഓൾസോ സംതിങ് കോൾഡ് ഗോൾഡൻ ആൽഗെ എന്ന് പറയുന്ന, ഓർ ദേ ആർ ഓൾസോ കോൾഡ് ഡസ്മിറ്റ്സ്. ഈ രണ്ട് സംഭവങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു എക്സാമ്പിൾ സെറ്റപ്പിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്രൈസോഫൈറ്റ്സിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്ക് പറയാം. ആൻഡ് ദിസ് ക്രൈസോഫൈറ്റ്സ് most of them are actually some of them are freshwater living organs, but most of them are marine organs. അത് കടലിൽ ജീവിക്കുന്ന, ഉപ്പുവെള്ളത്തിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ് മോസ്റ്റ് ഓഫ് ദം ആർ, അതായത് ക്രൈസോഫൈറ്റ്സിൽ വരുന്നത്. അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഐ മീൻ ഫ്രഷ് വാട്ടർ ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പല ഷേപ്സിലുണ്ട്, മൾട്ടിപ്പിൾ ഷേപ്സിൽ ഓർഗാനിസം കാണാൻ പറ്റും.
നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു സോപ്പ് പെട്ടിയുടെ ആകൃതിയിൽ ഇങ്ങനെയാണ്, ആൻഡ് ദേ ഹാവ് എ വെരി തിക്ക് വോൾ എന്നൊക്കെയാണ് പഠിച്ചിരിക്കുന്നത്. ബട്ട് ദർ ആർ മൾട്ടിപ്പിൾ ഷേപ്പ്, സ്റ്റാർ ഷേപ്പിലുള്ളതും ഒരു കൈൻഡ് ഓഫ് നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പെർട്ടിക്കുലർ ഷേപ്പിലുള്ളതും ഒക്കെയായ സ്പീഷീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് എ മിക്സഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ആൻഡ് ദേ ഓൾസോ ഹാവ് എ വെരി തിക്ക് സെൽ വോൾ മെയ്ഡ് ഓഫ് സിലിക്ക. ഓക്കെ, അതൊരു സ്പെഷ്യാലിറ്റിയാണ് ഈ ഒരു ഗ്രൂപ്പിൻ്റെ. ദെൻ അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 6 days ആയിട്ട് വരും. 6 days വരും മോസ്റ്റ്ലി. ഓക്കെ, ആൻഡ് ദേ റിപ്രൊഡ്യൂസ് എസെക്ഷലി മോസ്റ്റ്ലി ബൈ മൾട്ടിപ്പിൾ ഫിഷൻ. റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫിഷൻ, അതായത് പല പ്രാവശ്യമായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, മൾട്ടിപ്പിൾ ഫിഷൻ വഴിയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ഓർഗാൻസും തന്നെ 2 or 3 ആയിട്ട് ഡിവൈഡ് ചെയ്താണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത്. സോറി, മൾട്ടിപ്പിൾ ഫിഷൻ വഴി ഡിവൈഡ് ചെയ്യുന്നു. അതൊരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിനകത്തുള്ളതാണ്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാകും ആക്ച്വലി, ഡയാറ്റംസ്. ഞാൻ ആദ്യം പറഞ്ഞു ഇത് തന്നെ. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഡയാറ്റംസ് ആണ്. ഈ ഡയാറ്റംസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തിക്ക് സെൽ വോൾസ് ആണ് ബേസിക്കലി ഇതിനുള്ളത്. ഈ ഡയാറ്റംസിന് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫോസിലൈസ്ഡ് ഫോം ഉണ്ട്, ഡയാറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അത് 1 മാസം 2 മാസം കൊണ്ട് ഉണ്ടാകുന്നത്. ഇറ്റ് ടേക്സ് എ ലോട്ട് ടൈം, മില്യൺസ് ഓഫ് ഇയേഴ്സ് ചിലപ്പോൾ എടുത്തേക്കാം. ഡയാറ്റമേഷ്യസ് എർത്ത്, ഇറ്റ്സ് നത്തിങ് ബട്ട് ദ ഫോസിലൈസ്ഡ് ഫോംസ് ഓഫ് ഡയാറ്റംസ്. ഒരു വൈറ്റ് പൗഡർ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ കുമ്മായപ്പൊടി ഇല്ലേ, ഏകദേശം അതുപോലെയൊക്കെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ ഡയാറ്റമേഷ്യസ് എർത്ത്. ഇതിന് ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഡയാറ്റമേഷ്യസ് എർത്ത്, ഈ ഡയാറ്റംസ് ഈ പൊടി പോലെ കിട്ടുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ പോളിഷിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. പോളിഷിംഗ് ഇൻഡസ്ട്രി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ സീവ്സ്, അരിപ്പ പോലെ ആയിട്ട് യൂസ് ചെയ്യണം. അതായത് ചില ലിക്വിഡ്സ്, ഫോർ എക്സാമ്പിൾ ഓയിൽ പ്രൊഡക്ഷൻ കമ്പനീസിലൊക്കെ സം ഓഫ് ദം ആർ യൂസിങ് ഇറ്റ് ആസ് എ സീവ്. ഈ പൊടിയൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സിറപ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. സോ ദീസ് ആർ ദി ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ദി ക്രൈസോഫൈറ്റ്സ് മെയിൻലി. ഇപ്പോൾ പറഞ്ഞു ജസ്റ്റ് റിഫ്രഷ് അഗൈൻ. ദ ക്രൈസോഫൈറ്റ്സ് ഫസ്റ്റ് സബ് ഡിവിഷൻ ആണ്. മോസ്റ്റ്ലി ഡയറ്റംസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ മറൈൻ ആണ്, ഈ കടലിൽ ആണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇറ്റ്സ് സെഡ് ദാറ്റ് ഓൾമോസ്റ്റ് 20 to 40% ഓഫ് ഓക്സിജൻ which is available around, they are mostly produced by this diatoms ആണ് പറയപ്പെടുന്നത്. ഓക്കെ, സോ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ നമ്പറും അത്രയും കടലിലുള്ള ഒരു സ്പീഷീസ് ആണ് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ക്രൈസോഫൈറ്റ്സ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡയാറ്റംസ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് the second one is dinoflagellates. പറഞ്ഞ ആദ്യത്തേത് ഡയറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പായിരുന്നു ക്രൈസോഫൈറ്റ്സ്, dinoflagellates. ആസ് ദ നെയിം സജറ്റ്സ്, ഇൻ ഫസ്റ്റ് പോയിന്റ് ഇതിനെക്കുറിച്ച് ഓർക്കുന്നത് എന്താണ്? ഇറ്റ് ഹാസ് എ ഫ്ലജല്ല. ഓക്കെ, ഫ്ലജല്ല, അതായത് ലോക്കോമോട്ടറി ഓർഗനായിട്ട് ഫ്ലജല്ല ഉള്ള സ്പീഷീസ് ആണ്. അതായത് മൂവ്മെന്റ് ലോക്കോമോട്ടറി ഓർഗനാണ് ആദ്യം ഞാൻ മെൻഷൻ ചെയ്തത് തന്നെ. ആൻഡ് ദെൻ മോസ്റ്റ്ലി ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം വിട്ടുപോയതാണ്, മറ്റേ ക്രൈസോഫൈറ്റ്സും ആക്ച്വലി ദേ ആർ ഫോട്ടോസിന്തറ്റിക് ആണ്. അതാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാൻ വിട്ടുപോയത്. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ദേ ആർ ഓൾസോ ഫോട്ടോസിന്തറ്റിക്. ഓക്കെ, almost all the members here, they are photosynthetic only, and mostly they are photosynthetic ആണ്. ആൻഡ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആവാം, ഗ്രീൻ, ബ്രൗൺ, റെഡ്, യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, റെഡ്. ഈ കളറിലെല്ലാം ഈ ഡൈനോഫ്ലാജെറ്റ്സിൻ്റെ മെമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും ഈ കളറിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് കടലിൽ കാണുന്നതുകൊണ്ട് ഈ ടൈഡ്സിൽ യെല്ലോ ടൈഡ്സും ഗ്രീൻ ടൈഡ്സും ബ്രൗൺ ടൈഡ്സും റെഡ് ടൈഡ്സ് ഒക്കെ നമുക്ക് തിരമാല വരുമ്പോൾ ഇതെല്ലാം കളറിൻ്റെ ഇതിനനുസരിച്ചിട്ടുള്ള കളേഴ്സ് പോലെ നമുക്ക് തോന്നും. ആ ഒരു ഫിനോമിനൻ എന്ന് വെച്ചാൽ ഈ ഡൈനോഫ്ലാജെല്ലൈറ്റ്സ് ആ കടൽ വെള്ളത്തിൽ തിരയിലതിൽപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നതുകൊണ്ടാണ്. മൈക്രോസ്കോപ്പിക് ആണ്, പക്ഷേ കുറേ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് there are also bioluminescence. നമുക്കറിയാം ലൂമിനസൻസ്, വെളിച്ചം വരും. അതായത് ചില ഓർഗാൻസ് they have special ability to produce light because of some chemical reaction that happening inside their body. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് ബയോലൂമിനസെൻ്റ് ഉള്ള മെമ്പേഴ്സും ഈ കൂട്ടത്തിലുണ്ട്. ആൻഡ് സം ഓഫ് ദീസ് ഈ ഡൈനോഫ്ലാജെറ്റ്സ് മെമ്പേഴ്സ്, സം ഓഫ് ദം ആർ ടോക്സിക് ഫോർ ദ ഫിഷസ് ടു. കാരണം അത്രയും ബൾക്ക് എമൗണ്ട് ഉണ്ടാകുമ്പോൾ they produce certain toxic chemicals.
some members are toxic. A toxicity that can affect fishes also. Fishes. The example ഈ ഗ്രൂപ്പ് പഠിക്കുക അത്ര കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ ഒന്നുമല്ല, ബട്ട് ഇറ്റ്സ് കോൾഡ് ഗോണിയോലാക്സ് എന്ന് പറയുന്ന LAX. അതാണ് ഈ റെഡ് കളറിലുള്ള ഫോർമേഷനുള്ള ടൈഡ്സ് ഉണ്ടാക്കുന്നത് പറഞ്ഞത്, റെഡ് ടൈഡ്സ് ഉണ്ടാക്കുന്നത് പറഞ്ഞത് ഈ കടലിൽ. സോ ബട്ട് ജസ്റ്റ് റിമെമ്പർ, ട്രൈ ടു റിമെമ്പർ ദ നെയിം ഗോണിയോലാക്സ് ആസ് എ ഡൈനർ ഫ്ലജല്ലറ്റ്. എക്സാമ്പിൾസ് ഓർത്തിരിക്കുന്നത്, അത് പ്രധാനപ്പെട്ട ഓർത്തിരിക്കുന്ന അവർക്ക് ഫ്ലജല്ല ഉണ്ടാവും. പിന്നെ യെല്ലോ ബ്രൗൺ ആണ് ഒക്കെ ഓർത്തിരിക്കുക. യെല്ലോ കളർ, ഗ്രീൻ കളർ, ബ്രൗൺ കളറേഷൻ ഉണ്ടാവും. ബയോലൂമിനസെൻസ് ആണ് ചിലത്. പിന്നെ സം ഓഫ് ദം ടോക്സിക്. എക്സാമ്പിൾസ് ഇസ് ഗോണിയോലാക്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. മൂന്നാമത്തതാണ് യുഗ്ലിനോയിഡ്സ് എന്ന് പറയുന്നത്. യുഗ്ലിനോയിഡ്സ് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. മെജോറിറ്റി ഓഫ് ദം ആർ ഫ്രഷ് വാട്ടർ ആണ്, ഫോട്ടോസിന്തറ്റിക്കും ആണ്. സോ ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ, മറ്റത് രണ്ടും മോസ്റ്റ്ലി മറൈൻ സ്പീഷീസ് ആയിരുന്നു. ഇത് ഡൈനോഫ്ലജലൈറ്റ്സും ക്രൈസോഫൈറ്റ്സും മോസ്റ്റ്ലി മറൈൻ ഫോംസ് ആണ് കാണപ്പെടുന്നത്. ഈവൻ ദോ ദർ ആർ എക്സെപ്ഷൻസ്, ഫ്രഷ് വാട്ടർ ഫോംസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ്ലി യുഗ്ലിനോയിഡ്സ് ഓൾമോസ്റ്റ് മിക്ക മെമ്പേഴ്സും തന്നെ ഫ്രഷ് വാട്ടർ ലിവിങ് ആണ്. ഓക്കെ, ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക്. സോറി, ഫ്രഷ് വാട്ടർ അല്ല, ഐ മീൻ വാട്ടർ ലിവിങ്, നോർമൽ വാട്ടർ ബോഡീസിലാണ്. ആൻഡ് ദേ ആർ സ്റ്റാഗ്നന്റ് വാട്ടറിലും കാണാറുണ്ട്. ഓക്കെ, ആൻഡ് ദേ ആർ ഫോട്ടോസിന്തറ്റിക് ഇൻ നേച്ചർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് രണ്ട് സ്പീഷീസിനും ആക്ച്വലി ദേ ഹാഡ് എ തിക്ക് സെൽ വോൾ ഉണ്ടായിരുന്നു അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ ആക്ച്വലി ഇൻസ്റ്റെഡ് ഓഫ് ദ പെല്ലിക്കൽ ദേ ഹാവ് ഒരു റിജിഡ് സെൽ വോൾ ആണ്. ആ റിജിഡ് സെൽ വോളിന് ഇട്ടിരിക്കുന്ന പേരാണ്, സെൽ വോൾ ഉണ്ടാകും, ആ സെൽ വോളിൻ്റെ പേരാണ് പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു ഔട്ടർ സർഫസ് ആയിരിക്കും. പെല്ലിക്കിളാണ് ഔട്ടർ സർഫസ്. ഈ ഒരു ഇതുണ്ടാവും, ഈ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് പെല്ലിക്കിൾ എന്ന് പേരിട്ടിരിക്കുന്നത്, ഔട്ടർ സർഫസ്. ഓക്കെ, ആൻഡ് അതൊരു യുഗ്ലീന എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് സെക്കൻഡ്, അതിനൊരു കർവേച്ചർ ഉണ്ട് ഇവിടെ. സോറി, ഐ എം നോട്ട് എ ഗുഡ് ഇൻ ഡ്രോയിങ്, സോറി. സോ അതിൽ തന്നെ ഇതിനകത്ത് ഒരു ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഫ്ലജല്ല ഉണ്ടാവാം, പിന്നെ ഒരു ലോങ്ങർ ആയിട്ടുള്ള ഫ്ലജല്ല ഉണ്ടാവും. പിന്നെ ഇതിനുള്ള ന്യൂക്ലിയസ് ഉണ്ടാവാൻ പറ്റും, ബോഡീസ് ഉണ്ട്. സൈറ്റോപ്ലാസം ആണ് ന്യൂക്ലിയസ്. ഇങ്ങനെയുള്ള ഓർഗൻസ് എല്ലാം ഇതിനുണ്ടാവും. ഇതേ പറഞ്ഞു ഒരു ഷോർട്ട് ഫ്ലജല്ല, ഇത് മൂവ്മെന്റ്സിനാണ്. നമുക്ക് ഫ്ലജല്ല ഉണ്ട്, ഇതിന് 2 ഫ്ലജല്ല ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മെമ്പേഴ്സിന് ആക്ച്വലി ദേ ക്യാൻ, ഇൻ ദി ആബ്സെൻസ് ഓഫ് സൺലൈറ്റിന്റെ ആബ്സെൻസിൽ ദേ ക്യാൻ ഓൾസോ ആക്ട് ആസ് എ ഹെറ്ററോട്രോഫ് ആയിട്ട് വർക്ക് ചെയ്യാം. ഹെറ്ററോട്രോഫ്സും ആണ്, ഓട്ടോട്രോഫ്സ് അല്ലാതെ ഹെറ്ററോട്രോഫ്സും ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. എക്സാമ്പിൾ ഈസ് യുഗ്ലീന. ഇത് നമ്മൾ കേട്ട ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ പേരുകൾ, യുഗ്ലീന. ഓക്കെ, ആ യുഗ്ലീനയുടെ പടമാണ് ഞാൻ ഓൾമോസ്റ്റ് ഇത് വരച്ചിരിക്കുന്നത്. ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, സോ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. മോസ്റ്റ്ലി ദേ ആർ വാട്ടർ ലിവിങ് ഫോംസ് ആണ്. അതായത് ഇൻസ്റ്റെഡ് ഓഫ് സലൈൻ വാട്ടറിൽ അല്ലാതെ കാണപ്പെടുന്ന വാട്ടർ ലിവിങ് ഫോംസ് ആണ്, നോർമൽ വാട്ടർ ലിവിങ് ഫോംസ് ആണ്. ഫോട്ടോസിന്തറ്റിക് ആണ്. റിജിഡ് വോൾ ഔട്ട്സൈഡ് സെല്ലുണ്ട്, ദേ ആർ പെല്ലിക്കിൾ എന്ന് പറയും. ആൻഡ് ദേ ഹാവ് 2 ഫ്ലജല്ല. Mostly the one is shorter and one is smaller, and they are most in the absence of sunlight they can also act as a heterotrophs. Okay, so this is the euglenoids എന്ന് പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറി കഴിഞ്ഞിരിക്കുന്നു. നെക്സ്റ്റ് നാലാമത്തെ ആൾക്കാരാണ് സ്ലൈം മോൾസ് എന്ന് പറയും. ഇത് നമ്മൾ കുറച്ചും കൂടെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള സംഭവമാണ്. ഈ സ്ലൈം മോൾസ് എന്ന് വെച്ചാൽ മോസ്റ്റ് മെമ്പേഴ്സ് കുറച്ചും കൂടെ മൈക്രോസ്കോപ്പിക് അല്ല, ദേ ആർ ഓൾമോസ്റ്റ് മാക്രോസ്കോപ്പിക്, നമുക്ക് കാണാൻ പറ്റും. മൈക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് അല്ല, മാക്രോസ്കോപ്പിക്. ഓക്കെ, മൈക്രോസ്കോപ്പിക് മെമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ് ഓഫ് ദീസ് മെമ്പേഴ്സ് സാപ്രോഫൈറ്റ്സ് ആയിരിക്കും. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ദേ ലീവ്സ് ഓൺ ഡെഡ് ഓർ ഡിക്കേയിങ് ഓർഗാനിക് മാറ്റർ, അതായത് ജൈവ സംഭവങ്ങൾ. അതായത് ജൈവ മാറ്റർ എന്ന് വെച്ചാൽ എന്താ, ഐ മീൻ സംതിങ് വിച്ച് ഒരു ജൈവികമായ സംഭവത്തിൽ വളരുന്നു. അതായത് തടി, ഫോർ എക്സാമ്പിൾ, കറക്റ്റ് മലയാളം അറിഞ്ഞൂടാ, സോറി. എന്തായാലും ഇത് തടി, ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാം. തടിയുടെ പുറത്ത് ചീഞ്ഞു പോകുന്ന തടി ഉണ്ടല്ലോ, തടിയുടെ പുറത്തൊക്കെ കാണാം. അതുപോലെ ഡെഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒക്കെ കാണാം. അതിന് പുറത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സോ സ്ലൈം ഓൾസോ മോസ്റ്റ്ലി മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ആർ സാപ്രോഫൈറ്റിക് മെമ്പേഴ്സ് ആണ്. പിന്നെ അവരെന്താണെന്ന് വെച്ചാൽ ദേ ക്യാൻ എൻഗൾഫ്
ഫുഡ്, അതായത് സ്പെഷ്യൽ എൻഗൾഫിങ്, അതായത് ചുറ്റി വളഞ്ഞ് അതായത് സ്പെഷ്യൽ ഓർഗൻ, ഒരു ഇത് വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ഓർഗൻസ് വെച്ചിട്ട്, ആ ഓർഗൻ്റെ പേരാണ് പ്ലാസ്മോഡിയം എന്ന് പറയും. ഇത് എന്താ പറയാ, കൺഫ്യൂസ് ആവരുത്, ഈ പ്ലാസ്മോഡിയം എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇതൊരു ഈ പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് വേറൊരു ഓർഗൻസ്, ഐ മീൻ ഒരു സ്പീഷീസിന്റെ പേരൂടെയാണ്, ഒരു പാത്തോജനിക് ആയിട്ടുള്ള ഒരു പ്ലാസ്മോഡിയം ഫാൽസിപാരം ദാറ്റ് കോസസ് ആക്ച്വലി മലേറിയ. നമ്മളിപ്പോൾ നേരത്തെ പിന്നീട് പഠിക്കുന്നുണ്ട്, അത് കൺഫ്യൂസ് ആവരുത്. ഒരു ഓർഗൻ്റെ പേരാണ്, അതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു എൻഗൾഫ് ചെയ്യുന്ന ഓർഗൻ്റെ പേരാണ് പ്ലാസ്മോഡിയം ഫോർമേഷൻ എന്ന് പറയും. ദിസ് പ്ലാസ്മോഡിയം ഫോർമേഷൻ ഇസ് എക്സിബിറ്റഡ് ബൈ സ്ലൈം മോഡ്സ്. അത്രയും ഓർത്തിരിക്കുക. അപ്പോൾ വളഞ്ഞ് ഒരു ഫുഡ് എടുക്കാനായിട്ട് ഫോർമേഷൻ ഫോർ ഫീഡിങ്. അപ്പോൾ ഈ പ്ലാസ്മോഡിയം ഫോർമേഷൻ എന്തിനാണെന്ന് വെച്ചാൽ ദിസ് ഈസ് ഫോർ ഫീഡിങ് പർപ്പസ് ആണ്. ഓക്കെ, പ്ലാസ്മോഡിയത്തിന്റെ പടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് ഇതുപോലെ ഇരിക്കും, ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ പ്ലാസ്മോഡിയം ഫോർമേഷൻ ഒരു ഫുഡ് ഇപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് നമ്മൾ അമീബ ഇര പിടിക്കുന്ന പറയുന്നത്, ഇതുപോലെ തന്നെയാണ്. സോ പക്ഷേ ഇതിന് പ്രത്യേക വേറെ പേരുണ്ടത് മാത്രം. ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഒരു പ്ലാസ്മോഡിയം ഫോർമേഷൻ പോലെ ആവും. ആൻഡ് ദേ ക്യാച്ച് ഔട്ട് ദി പ്രേ. അതുപോലെയാണ് പ്ലാസ്മോഡിയം ഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ, and this plasmodium actually during unfavorable conditions it can go very long actually. ഇത് ചെറിയൊരു പോലെയല്ല, ഇതുപോലെ പോയിട്ട് ഫുഡ് എടുക്കുക. അതായത് ഒരു ഈ ചില മരങ്ങളിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ടാകും, ഇങ്ങനെ മോൾഡ് പോലെ കാണാം, മഞ്ഞ കളറിൽ. ആദ്യം ഒരു ഇതുപോലെ ഒരു സംഭവം കാണാം, അതിന് പുറകെ ചുറ്റും ഇതുപോലെ കാണും, ഇതുപോലെ വളർന്ന് 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 വളർന്നു വരും. ഓക്കെ, ഇങ്ങനെ ഇരിക്കും. അതാണ് ദേ ആർ ടേക്കിംഗ് ദ ഫുഡ് ഫ്രം. അതിനകത്ത് ഈ അൺഫേവറബിൾ കണ്ടീഷനിനകത്ത് ഇതിനകത്ത് സ്പോർട്സ് ആയിട്ട് ഫോം ചെയ്യാനായിട്ട് ഇത് പറ്റും. ഓക്കെ, ആൻഡ് ദീസ് സ്പോർട്സ് റെസിസ്റ്റൻസ് ഫോർ ഇയേഴ്സ് ആക്ച്വലി. മനസ്സിലായോ? ആ സ്പോർട്സ് അങ്ങനെ തന്നെ വെയിലത്തും മഴത്തൊക്കെ കിടന്നാലും ഒന്നും സംഭവിക്കില്ല. ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ ദേ ക്യാൻ അഗെയിൻ ബാക്ക് ടു സ്ലൈം മോൾഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിന് എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫോമാണ് മിക്സോഗ്യാസ്ട്രിക് സ്ലൈം മോഡ്സ് എന്ന് പറയും, ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലില്ല, ഇനി ഹൗ ഐ ഡെന്റ് സീ ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്, യു ക്യാൻ ജസ്റ്റ് ഹാവ് എ നോട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ സ്ലൈം മോഡ്സ് ചെയ്യുമ്പോൾ മൈക്രോസ്കോപ്പിക് ആണ് സം മെമ്പേഴ്സ്, and they are saprophytes ആണ്, living on dead or decaying organic matter ആണ്. They can engulf or feed. For feeding purpose they make the plasmodium formation. Okay, അപ്പം സോറി, ചെറിയൊരു ബ്രേക്ക് ഇടയ്ക്ക് വന്നു. സോ വി ആർ കണ്ടിന്യൂയിങ്. സോ അടുത്ത സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് സബ് ഡിവിഷൻ ആണ്. ദ ഫിഫ്ത്ത് വൺ ഇസ് ആക്ച്വലി protozoans. As I was saying, this is one of the most important class. Okay, protozoans എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്ടോസോവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രോട്ടോസോവൻസ് they are, most of the members of the protozoans are either they are heterotrophs ആയിരിക്കും, or they are parasites ആയിരിക്കും. Parasites എന്ന് വെച്ചാൽ living on the expense of other organisms and they harm them actually. Parasite. Okay, saprophytes എന്ന് വെച്ചാൽ ഫുഡിന് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ദറ്റ് നോട്ട് റിയലി ദാറ്റ് ഹാംഫുൾ നീദർ. ഇവരെന്ന് വെച്ചാൽ ഫുഡ് എടുക്കുകയും ചെയ്യും, അറ്റ് ദി എൻഡ് ദേ ആർ ഹാംഫുൾ ടു ദി ഓർഗാനിസംസ്. അങ്ങനെയുള്ള ആൾക്കാരാണ് പാരസൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ സപ്പോസ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് animals. Primitive relatives are, even though smaller, they are supposed to be the primitive relatives of animals എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് ഇതിൽ തന്നെ ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. there are four main subclasses പ്രോട്ടോസോവൻസിനുള്ളിൽ തന്നെ വരുന്നുണ്ട്. The first one is actually amoeboid parasites. AMO, amoeboid parasites എന്ന് പറയും. Amoeboid parasites, as the name itself suggests itself, example എന്ന് പറയുന്നത് അമീബയാണ്. ഈ അമീബ എന്ന് പറയുന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ദേ ആർ നോട്ട് റിയലി, ഇതൊരു ഹെറ്ററോട്രോഫ് ആണ് മോസ്റ്റ്ലി. അതുപോലെ തന്നെ ദേ ആർ നോട്ട് റിയലി ദാറ്റ് ഹാംഫുൾ ടു ദി ഓർഗാനിസംസ്, റൈറ്റ്? അമീബ എന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ദേ ലിവ് ഇൻ എവിടേക്കാണ് കാണപ്പെടുന്നത്? മോസ്റ്റ്ലി സം ഓഫ് ദം ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് ഓൾസോ സം ഓഫ് ദം ആർ ഫൗണ്ട് ഇൻ സീ വാട്ടർ. മെമ്പേഴ്സ്, ജനറൽ മെമ്പേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫ്രഷ് വാട്ടറും സീ വാട്ടറിലും കാണാൻ പറ്റുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മേജറായിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ, ഫുഡ് പിടിക്കുന്നതിനായിട്ട് ദേ ഹാവ് എ സ്യൂഡോപോഡിയ. ഈ ഓർഗൻ്റെ കാര്യം പ്രത്യേകം ഓർത്തിട്ട്, ഇപ്പോൾ സ്യൂഡോപോഡിയ ഫോർമേഷൻ ഉള്ളത് ഫീഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ദേ ഹാവ് സ്പെഷ്യലൈസ്ഡ് ഫോർമേഷൻ ഓഫ് സ്യൂഡോപോഡിയ. അത് അമീബ നമ്മൾ പഠിച്ചിരുന്ന, ഇപ്പോൾ റെസ്റ്റിംഗ് സ്റ്റേജിലേക്ക് അമീബയാണിത്. അപ്പോൾ ഫുഡ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ഫുഡ് കണ്ടതിന് ശേഷം ആ അമീബ അതിന് വളയും. ഓക്കെ,
ഫുഡ് അകത്തോട്ട് കയറാൻ പാകത്തിന് ഇറ്റ് വിൽ ഗോ ലൈക്ക് ദിസ്. സോ ഇതാണ് അമീബ. ഇര പിടിക്കുക, അമീബ ഇര പിടിക്കുന്നത് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചിട്ടാണ്, സ്കൂളിൽ കേട്ടിട്ട് കഥയെങ്കിലും കേട്ടിട്ടുണ്ടാവും. സോ അതിന് ഫോർമേഷൻ ആയിട്ടുള്ള സ്പെസിഫിക് ആ സ്ട്രക്ചറിന്റെ പേരാണ് സ്യൂഡോപോഡിയ ഫോർമേഷൻ എന്ന് പറയും. പിന്നെ പാരസൈറ്റിക് ആയിട്ടുള്ള ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, പാരസൈറ്റിക് ആയിട്ട് എക്സാമ്പിളാണ് എൻഡമീബ ഹിസ്റ്റോളിക്ക എന്ന് പറയും. എൻഡമീബ പഠിക്കുന്ന സ്പീഷീസ് പഠിക്കേണ്ട, എൻഡമീബ മാത്രം മതി. എൻഡമീബ ആക്ച്വലി ദേ ആർ അമീബിക് ഡിസെൻട്രി ഉണ്ടാകും. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട ഒരു സബ് ഡിവിഷൻ. അതായത് ഫസ്റ്റ് ഇത് അമീബോയിഡ് പാരസൈറ്റ് ആണ്. അടുത്തത് ഫ്ലജല്ലൈറ്റഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയും. ഇതിപ്പോൾ നമ്മൾ ബി ആണ് പഠിച്ചത്, ആദ്യം എ പഠിച്ചു, അതിൽ പ്രോട്ടോസോവൻസ് ആണ്. ഇതിൽ തന്നെ ഫ്ലജല്ലൈറ്റഡ് പ്രോട്ടോസോവൻസ്, പ്രോട്ടോസോവന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സബ് ക്ലാസിഫിക്കേഷൻസ് ആണ്. Flagellated protozoans, actually as the name itself suggests, they have flagella members ആണ്. Okay, and they are free living avam. Some of them are parasites, some of them are parasites too. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളതാണ് ട്രിപ്പനോസോമ എന്ന് പറയുന്ന ഒരു ഫ്ലജല്ലാറ്റഡ് പ്രോട്ടോസോവൻ ഉണ്ട്. They causes sleeping sickness എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. ആ പേര് ഓർത്തിരിക്കുക. സോ വാട്ട് കോസസ് സ്ലീപ്പിംഗ് സിക്നസ്? ട്രിപ്പനോസോംസ് ആണ്. ഈ ട്രിപ്പനോസോംസ് എന്ന് പറയുന്നത് പ്രോട്ടോസോവൻ കൈൻഡ് ഓഫ് പ്രോട്ടോസോവൻ ആണ്. ദാറ്റ് ടു ഫ്ലജല്ലാറ്റഡ് പ്രോട്ടോസോവൻ ആണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്ലീപ്പിംഗ് സിക്നസ് കോസസ് ബൈ ട്രിപ്പനോസോമ ആൻഡ് വിച്ച് ഇസ് എ പ്രോട്ടോസോവൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അടുത്ത സി എന്ന് പറയുന്നതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. Ciliated എന്ന് വെച്ചാൽ they have special structures called cilia. അതും ഒന്നും രണ്ടും അല്ല. ഈ ciliated പ്രോട്ടോസോവൻസ് there are thousands of cilia ഉണ്ടാവും for locomotion. Thousands of cilia for locomotion. അത് മൂവ്മെന്റിന് വേണ്ടിയും ഫുഡ് ഇര പിടിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ആയിട്ട് there are a lot of cilia present on them. Okay, അതിൽ most of them are aquatic members ആണ്. പിന്നെ they have എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഇപ്പം പറയാം, പാരമീഷ്യം. നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടെങ്കിലും ഉണ്ടാവണം. പാരമീഷ്യം നമ്മുടെ ഈ ചെരുപ്പിന്റെ ഷേപ്പിലായിരിക്കും ആയിരിക്കുന്നത്. നമ്മൾ റബ്ബർ ചെരുപ്പില്ലേ, ഈ ഒരു ഷേപ്പിലായിരിക്കും. ഞാൻ വരയ്ക്കുന്നതെന്ന് അത്ര ഭംഗിയാവണമെന്നില്ല, ബട്ട് ഏകദേശം ഷേപ്പ് ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇരിക്കും. പിന്നെ അതിനോട് ഒരു സ്പെഷ്യൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഇര പിടിക്കുന്നതിന് വേണ്ടി. സോ ദാറ്റ് ഇസ് കോൾഡ് ഗുള്ളറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സീലിയ നിറയെ സീലിയ ആയിരിക്കും ഇത് ഇവിടെ ഇത് ഫുള്ള് സീലിയാണ് കാണുന്നത്. തൗസൻഡ്സ് ഓഫ് സീലിയ മൂവ്മെന്റ്സ് കൈൻഡ് ഓഫ് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാം. മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ വാട്ടർ വിൽ കം ഇൻസൈഡ് അലോങ് വിത്ത് ദ ഫുഡ്. വാട്ടർ ഡ്രോപ്ലെറ്റ്സും ഫുഡും കൂടെ അകത്തോട്ട് പോയിട്ട് ഗോസ് ഇൻസൈഡ്. ഇതിന് ന്യൂക്ലിയസ് ഉണ്ടാവാം, ഒരു മൈക്രോ ന്യൂക്ലിയസ് ഉള്ള സ്ട്രക്ചർ ഉണ്ടാവും, ഫുഡ് വാക്യൂൾസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. സോ ദിസ് ഇസ് ദി സീലിയേറ്റഡ് പ്രോട്ടോസോവൻ. അപ്പോൾ ഏതാണ് ഇതിൻ്റെ എക്സാമ്പിൾ ആണ് പാരമീഷ്യം. ഒരു സീലിയേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടതാണ് പാരമീഷ്യം. ഓക്കെ, അടുത്തത് ഡി ആണ്, ലാസ്റ്റത്തെ സബ് ക്ലാസ് ഓഫ് ഡിവിഷൻ ആണ് സ്പോറോസോവൻസ്. Sporozoans, as the name indicates, they produce spores at certain stages of the important point ആണ് ഇത്രയേ ഉള്ളൂ. Spores at certain stages of their life cycle. ഇതിന്റെ മെമ്പേഴ്സ് ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്ലാസ്മോഡിയം, നമ്മൾ ആദ്യം പ്ലാസ്മോഡിയം ഫോർമേഷൻ പറഞ്ഞു, അത് വേറെയാണ്. അതൊരു ഫീഡിങ് മെക്കാനിസം ആണ്. ദാറ്റ് ഈസ് എക്സിബിറ്റഡ് ബൈ ആ പ്ലാസ്മോഡിയം ഫോർമേഷൻ്റെ. ഇതാണ് ഞാൻ കൺഫ്യൂഷൻ ആവരെന്ന് പറഞ്ഞത് ആദ്യം. ഈ പ്ലാസ്മോഡിയം ഫോർമേഷൻ എവിടെ നമ്മൾ പഠിച്ചത്? സ്ലൈം മോഡ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ പഠിച്ചാണല്ലേ. അപ്പോൾ ഇതിനകത്ത് ഈ പ്ലാസ്മോഡിയം ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ഒരു പ്രോട്ടോസോവൻ ആണ് ആക്ച്വലി, ക്യാപിറ്റൽ ലെറ്റർ കേട്ടോ. പ്ലാസ്മോഡിയം ആക്ച്വലി വാട്ട് ഇറ്റ് കോസസ് മലേറിയ. പ്ലാസ്മോഡിയം ഫാൽസിപ്പാര എന്ന് പറയുന്ന സ്പീഷീസ് ആണ് മോസ്റ്റ്ലി. വേറെ സ്പീഷീസ് ഉണ്ട്, അതിൽ വൺ കോസസ് മലേറിയ. മലേറിയ എന്ന് പറയുന്നത് അതിന് രണ്ട് ഹോസ്റ്റ് ആണുള്ളത് മോസ്റ്റ്ലി ഇതിന്. വൺ ഇസ് മോസ്കിറ്റോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൊതുകടി കൂടെയാണ് മലേറിയ ആദ്യം വരുന്നത്. മോസ്കിറ്റോ ഉണ്ടാവും, ആൻഡ് ദെൻ ഹ്യൂമൻ. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് എന്ന് പറയുന്നത്, അത് കാരിയേഴ്സ് ആണുള്ളത്. അപ്പോൾ ഈ രണ്ട് കേസിൽ ഈ മോസ്കിറ്റോയിലാണ് മോസ്റ്റ്ലി ഒരു സ്പോറോസോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ. നിങ്ങൾ പിന്നെ ഹയർ സ്റ്റാൻഡേർഡിൽ പഠിക്കും ഡീറ്റെയിൽസ് എല്ലാം. ഇനി ഈ ഒരു മോസ്കിറ്റോയിൽ വെച്ചിട്ട് സ്പോർ ഫോർമേഷൻസ് ഉണ്ടാകുന്നത്. ഈ സ്പോർസ് നമ്മുടെ ശരീരത്തിൽ വരുമ്പോഴാണ്, ത്രൂ മോസ്കിറ്റോ വരുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മലേറിയ നമുക്ക് ഹ്യൂമൻ. ഓക്കെ,
ഉണ്ടാകുന്നത്. സോ അതാണ് സ്പോറോസോവൻ. സോ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ അതാണ് പറഞ്ഞ ഓർത്തിരിക്കുക എളുപ്പം സ്പോർ ഫോർമേഷൻ ആണ്. അതിന് എക്സാമ്പിളാണ് പ്ലാസ്മോഡിയം സ്പീഷീസ് വിച്ച് കോസസ് മലേറിയ. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഓർത്തിരിക്കേണ്ടത് പ്ലാസ്മോഡിയം സ്പീഷീസിനെ കുറിച്ചാണ്, വിച്ച് കോസസ് മലേറിയ. പിന്നെ അതൊരു പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് പ്രോട്ടോസോവനാണ്. ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് സബ് ഡിവിഷൻസ് എല്ലാവർക്കും ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അമീബോയ്ഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, ഫ്ലജലേറ്റഡ് അമീബോയ്ഡ് ഉണ്ട്, പ്രോട്ടോസോവൻസ് ഉണ്ട്, ഫ്ലജലേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, മൂന്നാമത്തേതാണ് സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ഉണ്ട്, പിന്നെ നാലാമത്തേതാണ് സ്പോറോസോവൻസ്. ഈ 4 സബ് ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ പ്രോട്ടോസോവൻസിനുള്ളത്. ഓക്കെ, ത്രൂ ദിസ് നമ്മളിപ്പോൾ രണ്ടാമത്തെ ഇതും തീർത്തിരിക്കുകയാണ്, കിങ്ഡം, അതായത് പ്രോട്ടിസ്റ്റ. Okay, next we will come with the other kingdom. Okay.